ആകെ പുതിരിലേക്ക് സാധനം ഇപ്പോൾ നമ്മളത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കരുതലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയണ്ടാവും, അറിയുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക, അറിയാത്തവർക്കാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇന്നലെ നമുക്ക് ഇവിടെ കാണുന്ന പോലത്തെ നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിൻ്റെ എപ്പിക് കാർഡ് ഫ്രീ ആയിട്ട് കുറച്ച് തന്നിരുന്നു. എന്തിനാണെന്നറിയില്ല, ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കോയിൻസ് 200 തന്നു. അപ്പോൾ അതൊരു നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാം, സേവ് ചെയ്ത് വെക്കുക. ഞാൻ ചെയ്യുന്ന നോക്കണ്ട, ഞാൻ കറങ്ങിക്കളയും. എനിക്ക് കോയിൻസ് കിട്ടുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കളയാൻ തോന്നുന്നു. അതെൻ്റെ ഒരു ശീലമാണ്. എന്നെ പോലെ പലരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ റൂമിൻ്റെ പാക്ക് നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്ത് കറങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം കറക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഗിവ് അവേ ഒക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങിലാണ്. അപ്പം ഒരു ആൾക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, പൊതുവെ എല്ലാവരും പറയുന്നില്ല. അപ്പം ഒരു 10 പേർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഈ ഗിവയുടെ ഇൻഫോർമേഷൻസ് ഞാൻ തമ്മിൽ കൊടുക്കാൻ കാരണം ഈ കാര്യമാണ് വരുന്നുണ്ട്. അപ്പം ഒരാൾക്ക് മാത്രം കൊടുക്കുന്നതിനാൽ കുറച്ച് പേര് കൊടുക്കുന്ന സംഭവമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊന്ന് പ്ലാൻ ചെയ്തിരുന്നു ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് ഇത് കോയിൻസും കാര്യങ്ങളും കൊടുക്കുന്നത്. പക്ഷേ അത് വേണ്ടാന്ന് കരുതി, നമ്മൾ പ്ലേയേഴ്സാണ് നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് കാര്യം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ട്രൈസ് കുറച്ച് തന്നു, അതും കറക്കി കളഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എപ്പിക്കിൻ്റെ ഫ്രീ ട്രൈ ആണ്. എപ്പിക്കിൻ്റെ ഫ്രീ ട്രൈ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വാൻ ബാസ്റ്റൻ ഉണ്ട്. വാൻ ബാസ്റ്റൻ നിങ്ങൾക്ക് അറിയുന്നതാണ്, വെടിച്ചിലാണ്. പിന്നെ ജൂലിയസ് സീസൺ ഉണ്ട്. പിന്നെ നമ്മുടെ ഫെർണാണ്ടോ ടോറസ് ഉണ്ട്. ഫെർണാണ്ടോ ടോറസിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ എപ്പിക് അല്ലെങ്കിൽ മറ്റേ സാധനമില്ല, മറ്റേ ലെജൻഡ് കാർഡിനെ പെസ്സിൽ കളിച്ചവർക്ക് അറിയാം പവർ. പിന്നെ പഗ്ജീസും ഉണ്ട്. പഗ്ജീസും ഞാൻ ഇതിൽ കളിപ്പിച്ചിട്ടില്ല. പിന്നെ വാൻഡർവാട്ട് ഉണ്ട്. വാൻഡർവാട്ട് എനിക്ക് തോന്നുന്നു പെസ്സിൽ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. പിന്നെ റോസിക്കി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ ലിസാർസ് ഉണ്ട്. ഈ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പം പലരുടെയും ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫെർണാണ്ടോ ടോറസ് ആയിരിക്കും ഇല്ലാത്തവർ. പിന്നെ അതുപോലെ തന്നെ വാൻ ബാസ്റ്റനും ഉണ്ടാവും. എനിക്കിതിൽ വാൻ ബാസ്റ്റനും ഫെർണാണ്ടോ ടോറസും ആണ്. പിന്നെ ജൂലിയസ് സീസണിൻ്റെ എനിക്ക് അറിയില്ല കീപ്പിങ്ങിൻ്റെ കാര്യമൊന്നും. അപ്പം എനിവേ നിങ്ങൾക്ക് ഇവരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പലരും ഇതിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും പോയി കറക്കി കളയും. ഇത് ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പം ഇന്ന് മാത്രമല്ല, ഇത് ഡെയിലി കിട്ടുന്നുണ്ട്. ഞാൻ അവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഡെയിലി കിട്ടുന്ന ഈ സാധനം നിങ്ങൾ കറക്കി കളഞ്ഞാൽ, അതായത് ഇന്ന് കിട്ടി ഇന്ന് തന്നെ കറക്കാതെ നിങ്ങളത് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് കറക്കുക. സേവ് ചെയ്ത് വെച്ച് ഒരുമിച്ച് കറക്കുമ്പം അതായത് ഒരു പാക്ക് ഒറ്റ ടൈം ഇങ്ങനെ കറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പ്രോബബിലിറ്റി കിട്ടാൻ കൂടുതലാണ്. ഞാൻ പ്രോബബിലിറ്റിനോട് സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പെസ് 2018 മുതൽ കളിക്കുന്നൊരു പ്ലെയർ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ്. ഞാൻ തമാശ പറയുന്നത്. ഇനി ഞാൻ ട്രിക്കിൻ്റെ കാര്യം പറയാം. ട്രിക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 50% ചാൻസ്. കാരണം ഇതുവരെ നമുക്ക് അറിയാത്തൊരു സംഭവമാണ്. അൽഗോറിതം ക്രാക്ക് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതെല്ലാ എന്താ പറയുക, ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യൂസ് കിട്ടാം, നമുക്ക് അൽഗോറിതം ക്രാക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ അൽഗോറിതം ക്രാക്ക് ചെയ്യാം. നമ്മൾ പലരോടും പറഞ്ഞില്ല #, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ നമ്മുടെ ഫോളോവേഴ്സ് ലൈക്ക് ചെയ്തതിനാൽ അൽഗോറിതം ക്രാക്ക് ആയിട്ട് പോകും. അപ്പം അൽഗോറിതം ക്രാക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പരിപാടി. അപ്പം ട്രിക്ക് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും വർക്കാവുന്നുണ്ട്. അപ്പം നിങ്ങളതിനെ ഞാൻ പണ്ടും പറയുന്നുണ്ട്, ട്രിക്ക് എന്ന് പറഞ്ഞ സാധനം വർക്കാവുന്നുണ്ടോ ഇല്ലയോ നിങ്ങളതിനെ ഒഴിവാക്കണ്ട. ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തേ, കിട്ടിയില്ലേ. അപ്പോൾ അതാണ് ഒന്ന് ട്രിക്കിൻ്റെ സംഭവം. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി പണ്ടെന്ന് തന്നെ നമുക്ക് പെസ് കളിക്കുന്നത്, പെസ്സിൻ്റെ ബോക്സ് റോയിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ കാണിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എന്ന് സംഭവമുണ്ട്. അപ്പം നിങ്ങൾ ഒരുമിച്ച് കറക്കാൻ നോക്കുക. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പെസ്സിൽ നിങ്ങൾ ഒരുമിച്ച് കറക്കുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഫുട്ബോളൊക്കെ നമ്മൾ മാറി. ഇപ്പോൾ ഒരുമിച്ച് 5-6 കറക്കിയിട്ട് കാര്യമില്ല, നല്ലോണം കറക്കണം. ഞാനൊക്കെ പണ്ട് 600 കറക്കിയാൽ ഷുവറായിട്ട് 1-2 ഐക്കോണിക്ക് കിട്ടും. ഒരു ഐക്കോണിക്ക് ഷുവറാണ്. അപ്പോൾ ഇപ്പം എപ്പിക്കൊക്കെ ആയി. അപ്പോൾ ഇനിവേ നിങ്ങൾ ഈ ഒരു സംഭവം ഫോളോ ചെയ്യുക. നിങ്ങളിപ്പോൾ 5-6 കിട്ടാണ്ടല്ലോ, അതൊക്കെ സേവ് ചെയ്യുക. ഇന്ന് ഇറക്കിയത് പോട്ടെ, ഇനിയിപ്പോൾ കിട്ടാനുള്ളത് മൊത്തം സേവ് ചെയ്തിട്ട് ഒരുമിച്ച് ഇറക്കുക. നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് പേരൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം പറയാൻ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ ഡീറ്റെയിൽസും വരും എന്ന് പറഞ്ഞാൽ വരും. ഞാനാണ് പറയുന്നത് വരും. അപ്പം കുറച്ച് പേര് ഇപ്പോൾ സെയിലിൻ്റെ സമയത്തൊക്കെ ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചെറിയ രീതിയിൽ നമ്മളെ പറ്റുന്ന രീതിയിലാണ്. നമ്മളിപ്പം വലിയ സംഭവമായിട്ട് യൂട്യൂബേഴ്സ് അല്ല. അപ്പം പറ്റുന്ന രീതിയിൽ അത് വെറും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. വല്ലാതെ നമ്മൾ മറ്റേ ചാനൽ ഫസ്റ്റ് ചെയ്യുക അത് ചെയ്തെന്ന് പറയുന്നില്ല. അപ്പം ആ സംഭവങ്ങളൊക്കെ വരും. അപ്പം നിങ്ങളിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ പറയാൻ കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ സംഭവം സേവ് ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങളോടും പൊന്നുമക്കളെ സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും നല്ല വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.